പുനർജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ നിൽക്കുന്നത് കേരളാൻ്റെ ഹോസ്പിറ്റലിൽ ചന്തക്കുന്നാണ്. പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് ഇവരെ ഹോസ്പിറ്റലാണ് കേട്ടോ, കേരളാൻ്റെ മെഡിക്കൽ സെൻറ്റർ. ഞാനായിട്ട് എടുക്കുന്ന കേട്ടോ, ഫോട്ടോഗ്രാഫറൊന്നല്ല. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ ഹോസ്പിറ്റലിൽ ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ളൂ കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഒരുപാട് കാലമായിട്ടേ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാലമായി വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോടൊക്കെ കട്ട കമ്പനീസാണ്, നമ്മളെ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവരുടെ അടുത്തൊക്കെ ഒന്നുകൂടി വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ OP ഇവരെ കാഷ്വാലിറ്റി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. എന്താ ഇലാസ്റ്റിയമ്മ ഇവിടെ ഉണ്ടാക്കാണ്ടിരിക്കുന്നുണ്ട്. ആരും എന്നെ പേടിപ്പിക്കട്ടെ, നമുക്ക് കുറേ നേരമായി അപ്പോൾ പോകണ്ടേ. ഇതൊക്കെ അവരെ കാഷ്വാലിറ്റിയാണ്, കൗണ്ടറാണ് കേട്ടോ. ഒക്കെ കിടക്കുന്നുണ്ട് എല്ലാവരും അഡ്മിറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ ഓണായതുകൊണ്ടേ നേരത്തെ ഞാനൊന്ന് വന്നു പോയതാണ്. അപ്പോൾ ഫോണിന് എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അവിടെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം നല്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് അവരെ റിസപ്ഷനാണ്, ഇത് നമ്മളെ ചേച്ചിയാണ്. പിന്നെ ഇതാ ഇങ്ങനെ വന്നിട്ട് കണ്ടോ, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ട്. ഇത് നമ്മളെ ലാബാണ് കേട്ടോ. ലാബിൽ കുറേ കത്തി വെച്ച് നമ്മൾ തുടങ്ങി. ഇതാണ് നമ്മളെ താത്താസ് എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഇത് നമ്മളെ പുനർജയിൽ ഞാനൊന്ന് വരട്ടെ, കൊണ്ടുവരട്ടെ. നിങ്ങളൊക്കെ കുട്ടികളൊക്കെ വൈറലാവും എന്നുള്ള പേടിയാണ്. ഇപ്പം ഞാൻ മാത്രം വൈറലായ പോരല്ലോ, ഇവരും കൂടെ വൈറലാക്കണ്ടേ. ഇപ്പോൾ വീഡിയോ ഓണാണ്. നേരത്തെ ഇവിടുത്തെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ വലിയ ഇവിടെ കത്തിയൊക്കെ വെച്ച് വരിക എടുക്കാം. ഓക്കെ. അപ്പം ഞാനിവിടെ കത്തിയൊക്കെ വെച്ച് വന്ന സമയത്തേ ഇവരെന്ത് ചെയ്തു വെച്ച് പറഞ്ഞു, ചേച്ചി വീഡിയോ ഓണായിട്ടില്ല എന്ന്. രണ്ടാമതും പോയി വന്നു. ഇത് നമ്മളെ സംഗീത കുട്ടി ഇതാ, ഒരുപാട് പേര് ഇങ്ങനെ റിസപ്ഷനിൽ. ജസ്റ്റ് ബാക്ക് ക്യാമറ അല്ല കേട്ടോ. എന്താണ് കുട്ടി ഇങ്ങനെ നാണെന്ന് വരാൻ പാടില്ല ക്യാമറ കാണുമ്പോൾ. അപ്പം ഞാൻ പറയാൻ വരുന്നതേ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇൻഫെക്ഷൻ കാരണം നമ്മളെ സൈസാർ പറഞ്ഞു എടുത്തിട്ട് ഇതാ ഒന്നും നോക്കണ്ട, പോയി ഒരു 10 ഡോസ് എടുത്ത് വന്നോ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും നോക്കിയില്ല, ആ മരുന്നുകളും വാങ്ങി ഇങ്ങ് പോന്നു. ഞാൻ അവിടെ നിന്ന് ഇരിക്കട്ടെ കേട്ടോ. നിങ്ങളെ സ്റ്റൂളൊന്നും തന്നെ ഞാൻ നിങ്ങളെന്ന് കാണിക്കട്ടെ. വേണ്ട, സ്റ്റൂൾ വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. നമ്മൾ ഫ്രണ്ട് ഏരിയ, റിസപ്ഷൻ്റെ ഏരിയയാണ്. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ? ആദ്യം അത് നോക്കട്ടെ. ഹോസ്പിറ്റലിൽ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ നിന്നിട്ട് ഓക്കെ വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് കർട്ടനൊക്കെ ഇട്ടൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. സെറ്റല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവിടുത്തെ എൻ്റെ കമ്പനീസാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും കോഴിക്കോട് ഞങ്ങൾക്ക് അറിയാലോ, ആസ്റ്റർ മിംസിലാണ് എൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഞാൻ അവിടെയാണ് കൺസൾട്ട് ചെയ്യുന്നത്. നമ്മുടെ സജിത് സാറാണ് നമ്മൾ നോക്കണേന്നല്ലേ. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും അവിടുത്തെ മിസ്റ്റേക്ക് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയുന്ന അടുത്ത് വേറെ എവിടെയും പോകണ്ട, ഞങ്ങളുടെ വീട് ഇപ്പോൾ ചന്തക്കുന്നാണല്ലോ. അപ്പോൾ അവിടുത്തെ 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളാൻ്റെ ഹോസ്പിറ്റലിൽ ചന്തക്കുന്നിലേക്ക് എത്തും. ഇവിടെ മൈജി നമ്മുടെ ഷോപ്പൊക്കെ ഉണ്ട്, മൈജിയുടെ. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ചന്തക്കുന്നാണ് ഇവിടെ ഹോസ്പിറ്റൽ. കേരളാൻ്റാണ് പേര്. സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് കയറുന്ന 1-2 തവണ മാത്രം ഹസ്ബൻഡ് എന്തോ പ്രഷർ കൂടി പറഞ്ഞപ്പോൾ ഞാൻ കയറി. ഇതിൻ്റെ ഉള്ളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇൻഫെക്ഷൻ്റെ കാര്യം വന്ന് ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഈ ഹോസ്പിറ്റലൊന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ നേരെ പറഞ്ഞാൽ നിലമ്പൂർ പോലെ വെച്ച് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ വേണ്ട, നമുക്ക് അവിടെ ചെല്ലുന്ന നല്ല തിരക്കല്ലേ, ഒരുപാട് പേഷ്യൻസ് വരുന്നല്ലേ, അപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് കേരളാൻ്റെ ഹോസ്പിറ്റല്. ഞാൻ തിരിച്ചു പിടിക്കണ്ടായിരുന്നു. എന്തായാലും ഞാൻ തിരിച്ചു പിടിക്കാൻ പോകട്ടോ. ഇങ്ങനെ പിടിക്കേണ്ടതാണ്, വിട്ടുപോയി. പോട്ടെ, ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയും പോട്ടെ. അപ്പം എന്താ പറഞ്ഞു വന്നു വെച്ചാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു, ഇവരോടൊക്കെ കമ്പനിയായി. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര കൂട്ട്, ഡോക്ടേഴ്സ് അടിപൊളി, എല്ലാവരും അടിപൊളിയായി. ഡോക്ടേഴ്സിനെ ആക്ച്വലി ഞാൻ കൺസൾട്ട് ചെയ്യുന്നില്ല, കാരണം ഇഞ്ചക്ഷൻ്റെ മരുന്നുകൾ ഓൾറെഡി ഞാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെടാൻ പാടില്ലല്ലോ. ഇൻഫെക്ഷൻ എപ്പോഴും നമ്മൾ ഈ ചാനൽ മാത്രം കൊണ്ടുപോയാൽ പറ്റും, ശരീരം കൂടെ കൊണ്ടുപോകണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫുള്ള് കത്തിയാണ്. നിങ്ങൾക്ക് അറിയാന്നെ എൻ്റെ കത്തി എങ്ങനെയാണെന്നല്ലേ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഡൗൺ ആയി പോയി, അത് വേറെ കാര്യം. പിന്നെ മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും എല്ലാ സമയത്തും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊന്ന് ഡൗൺ ആയിപ്പോയി, ഇച്ചിരി സങ്കടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞാൻ ഓർത്തു, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പുനർജനിയിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ ഒരുപാട് ഇക്കന്മാർ, താത്തമാർ, ചേച്ചിമാർ, നല്ല പ്രായമുള്ള ആളുകൾ അല്ലേ, എനിക്ക് അച്ഛനമ്മമാർക്ക് തുല്യമുള്ളവർ, നല്ല കട്ട ഫ്രണ്ട്സ്, പിന്നെ പയ്യൻസ് എല്ലാവരും ഉണ്ട്. അതിനെ എടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല, അത്രയും എൻ്റെ കട്ട ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്നാ ചേച്ചി വരുന്നത് വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ് അവർ. അപ്പം ഞാൻ വിചാരിച്ചു, ഇവരൊക്കെ എന്നെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ എന്തിനാ ഈ ഡൗൺ ആയിട്ടിരിക്കുന്നത് അല്ലേ. പിന്നെ ദൈവം, പുള്ളിക്കാരെന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ടെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. പിന്നെ സംസാരം, ഓൾറെഡി ഞാൻ ഇങ്ങനെയാണ്, സംസാരത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കത്തിയാണ്. ആ കാരണം നിങ്ങൾക്കറിയാം, എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. ഒരു മിനിറ്റ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോടാ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നില്ല, അറിയില്ല. ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ പെർമിഷൻ ചോദിക്കാൻ സത്യത്തിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മിഞ്ഞാന്ന് ലൈവ് ഇട്ട സമയത്ത് ഇവിടുത്തെ സ്റ്റാഫുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് ലൈവ് ഇട്ടോ, ഇവിടെ അല്ലേ ഞങ്ങളുടെ ഹോസ്പിറ്റലല്ലേ, നല്ലതല്ലേ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ ആ ഒരു വാക്കും പുറത്താണ് ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ എനിക്ക് തോന്നി, അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു, കുഞ്ഞാ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരെ മാമിനോടൊന്ന് പെർമിഷൻ ചോദിക്കേണ്ടി വെച്ചു. അപ്പോഴാണ് സത്യത്തിൽ
സത്യത്തിൽ ഞാൻ അപ്പോഴാണ് കേട്ടോ ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അവരോട് ചോദിക്കുക ചെയ്തല്ലോ എന്നുള്ളത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഡോക്ടേഴ്സും അവരെ സൂപ്രണ്ടും അവരെ ലാബ് ടെക്നീഷ്യൻ അവരൊക്കെ പറഞ്ഞു ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഫുൾ സപ്പോർട്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെ കൂട്ടി എൻ്റെ വീഡിയോ എടുക്കുക. അപ്പോൾ എല്ലാവരും ചില കുട്ടികൾക്ക് വിശാഖരൊക്കെ ഭയങ്കര ചമ്മലാട്ടോ. വിശാഖർ ചേച്ചി ഞങ്ങൾ വൈറലായാലോ, പിന്നെ വേറൊരു കുട്ടിയുണ്ട് അവളൊക്കെ പറയുന്നത് ഞങ്ങൾ വൈറലായാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചമ്മൽ. ഞാൻ പറഞ്ഞു ക്യാമറ കണ്ട വീഡിയോ എടുക്കാത്ത ഞാനാണ്, സെൽഫി അല്ലാതെ 4 ഫോട്ടോ എടുക്കാത്ത ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടായതാണ്. കാരണം എൻ്റെ ഹോസ്പിറ്റൽ കേസ്, നമ്മൾ ജോലി ഇല്ലാത്തൊരവസ്ഥ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ അതെനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല. കാരണം 3 കുഞ്ഞുങ്ങളാണ് എനിക്ക്. ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ടും 12 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചറിഞ്ഞൂടെ? അങ്ങനെയുള്ള ഞാൻ 6 മണിക്കൂർ കിഡ്നി മാറ്റിവെക്കാനുള്ള സർജറിക്ക് സൗണ്ടിന് ഡിസ്റ്റർബ് ആവേണ്ട ഇച്ചിരി ഫ്രണ്ടിലേക്ക് കേട്ടോ. 6 മണിക്കൂർ സർജറിക്ക് വേണ്ടി ഞാൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എഫേർട്ട് എടുത്ത് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ സ്വയം കണ്ടെത്തിയ കാര്യം എൻ്റെ ഹസ്ബൻഡ് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എൻ്റെ ജോലി എന്തായാലും എനിക്ക് 1 ഇയറോ അല്ലെ 1.5 ഞാൻ ലീവ് എടുക്കേണ്ടി വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ മുന്നോട്ട് ചിന്തിച്ചൊരു കാര്യമാണ്. ആ ചിന്തയാണ് ഇന്ന് എന്നെ പുനർജനി എന്നുള്ള ഈ ചാനലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ടൊരു വീഡിയോ ഞാൻ കൈ ചിലപ്പോൾ ഷിവറിങ് ഉണ്ടാവും അല്ലേ, വെച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. എൻ്റെ ഇതിൻ്റെ സ്റ്റാൻഡൊന്നും കാണല്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഇവരുടെ മരുന്നിൻ്റെ ഒക്കെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണേ. നമുക്ക് എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അർഷാദിക്ക ഇങ്ങോട്ടൊക്കെ പറയാമല്ലോ, എല്ലാവരും ഇത് വാച്ച് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അടുത്ത വീഡിയോ ഞാൻ അതിൽ സെറ്റാക്കും. അപ്പോൾ ഇപ്പോൾ ഓക്കെ അല്ലേ, ഷിവറിങ് ഒന്നും ഇല്ലല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ആ സൗണ്ട് ഇവിടെ ഫ്രണ്ടിൽ പോയിട്ട് ആ സൗണ്ട് കേൾക്കേണ്ട വിചാരിച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെന്തൊക്കെയോ സുനകളുണ്ട്, ഇതൊന്നും ഞാൻ കാണിച്ചില്ല. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, മെഡിക്കൽ വേർഡുകളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ 3 കുട്ടികളാണ് എനിക്ക്. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം, ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ ആമിക്കുട്ടീനെയും സൂര്യക്കുട്ടനെയും ആദ്യക്കുട്ടനൊക്കെ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഹസ്ബൻഡ് മാത്രമായി നമുക്ക് നടക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വക ഇതുവരെ ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. മാരേജിൻ്റെ മുന്നത്തോട്ട് ഞാൻ വർക്കിംഗ് ആണ്, മാരേജ് കഴിഞ്ഞിട്ടും അതേ കുഞ്ഞുങ്ങളായിട്ടും. ഇപ്പം ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മൈൻഡിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഓവർ തിങ്കിങ് ആണ്. ഓൾറെഡി ഞാൻ ചിന്തിക്കും എന്ത് ചെയ്യും, എൻ്റെ ഹോസ്പിറ്റലിൽ എക്സ്പെൻസ് വരും, എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ് ഒരു ചാനൽ എന്നുള്ളത്. ഒന്ന് ചിന്തിച്ച് നിങ്ങൾ നോക്കണം. 4 സെൽഫി അല്ലാതെ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാറില്ല. ഓഫീസിലെ കുട്ടി എപ്പോഴും എന്നെ കളിയാക്കും, എപ്പോഴും എന്നെ അവൾ കളിയാക്കും, ഈ തള്ളച്ചിക്ക് ഫോട്ടോ എടുക്കാൻ കൂടി അറിയില്ല, ഒന്ന് നിൽക്കാൻ കൂടി അറിയില്ല. സത്യമാണ് അവൾ പറഞ്ഞത്. ഞാൻ അവളെന്താ വെച്ചാൽ അവരൊക്കെ നന്നായിട്ട് അഭിനയിക്കും, പാട്ടൊക്കെ പാടും, നല്ല കഴിവുള്ള കുട്ടി. എന്നെ സംബന്ധിച്ച് എനിക്കൊരു കഴിവില്ല. ആകുള്ളത് ദൈവം തന്നത് ഈ ഒരു വായ, ഈ ഒരു നാവ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്ത് ചെയ്യാം, എന്നിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാവും, അത് ഞാൻ തന്നെ കണ്ടെത്തണം. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അച്ഛനില്ല, എനിക്ക് ആങ്ങളമാരില്ല. ആകെയുള്ളത് എല്ലാത്തിനും അറിയാൻ പറ്റുന്ന ഒരു അമ്മയുണ്ട് പാവം. പക്ഷെ അതെൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കേട്ടോ. നമ്മളെ ജീവിതത്തിൽ എല്ലാവരും പറയും നമ്മളെ ഹസ്ബൻഡ്, നമ്മളെ കുട്ടികൾ, അല്ലെങ്കിൽ കുടുംബക്കാരെ, കൂട്ടുകാർ, ഇതൊന്നുമല്ല. നമ്മളെ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ പാരൻസാണ്. അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ലാത്തവരും ഉള്ളവരും നോക്കാത്തവരും നോക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ എൻ്റെ കേസാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. എനിക്ക് അച്ഛനും എനിക്ക് അമ്മയും എനിക്ക് ആങ്ങളെയും എല്ലാം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഞാനില്ലെങ്കിൽ എൻ്റെ അമ്മയില്ല. അതേപോലെ പിന്നെ ഹസ്ബൻഡ്, ജീവിത പങ്കാളി പറയുമ്പോൾ ചില ആളുകൾ കളിയാക്കും, നിങ്ങൾ എന്താ പെർഫെക്റ്റ് എന്താ പറയുക കപ്പിൾസ് ആണെന്ന്. ഒരിക്കലുമല്ല. ഞാൻ ഹസ്ബൻഡ് ഒരിക്കലും പെർഫെക്റ്റ് കപ്പിളല്ല. ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, കച്ചറുണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ആളെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത്, എനിക്ക് ഇത്രയും വലിയൊരു അസുഖമായ സമയത്ത് ഇതേ കേസുകൾ അനുഭവിച്ച എൻ്റെ നാട്ടിലുള്ള മരണപ്പെട്ട 2-3 പേരുണ്ടായപ്പോഴും അവരുടെ ഹസ്ബൻഡുമാർ അവരെ ഉപേക്ഷിച്ച് പോയി. അപ്പം ഞാനും എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു, എൻ്റെ ഹസ്ബൻഡും എന്നെ ഉപേക്ഷിച്ച് പോകും തീർച്ചയായിട്ടും. ഞാൻ പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഈ പണ്ടത്തെ ഭാര്യയല്ല, ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിയുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു, ഇവരും എന്തെങ്കിലും ഒരിക്കലും എന്നെ മടുത്തിട്ടിട്ട് പോകും. കാരണം ഇത്ര എക്സ്പെൻസ് ആൾക്ക് താങ്ങാൻ കഴിയില്ല. എനിക്കറിയാം, കഴിഞ്ഞ 10 ദിവസം അഡ്മിറ്റായി ഞാൻ ഇറങ്ങിയ സമയത്ത് ആസ്ട്രൽ മീൻസ് കാലിക്കറ്റിൽ ഞാൻ കിട്ടിയ ക്യാഷ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയോളാണ്. 1.80 ഞാൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഗോൾഡ് എല്ലാം പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ആ സഹായം കൊണ്ടാണ് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ വലിയ, നിങ്ങളെപ്പോഴും പറയും ചേച്ചി ബാക്ക്ഗ്രൗണ്ട് കണ്ട് റിച്ച് ആണല്ലോ. ഒരിക്കലും അല്ല, 10-30 വർഷം പഴക്കമുള്ള വീടാണത്. പക്ഷെ ആ വീടിന് ഞങ്ങളൊന്ന് പുതുക്കിയെടുത്തു. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത്. അതിലൊരിക്കലും പുത്തനല്ല, പുതുമയല്ല. ആളുകളുടെ സഹായം കൊണ്ട്, ഒരുപാട് പേരുടെ ചുണ്ടുകളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയാണ്. അതിനെക്കുറിച്ച് തന്നെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ വീടിനെ കുറിച്ച് എനിക്ക് ആളുകൾ തന്ന ദാനമാണത്. അപ്പോൾ ഒരിക്കലും ഞാനതിൽ അഹങ്കരിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഞാൻ എന്താണോ അതുപടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളെ ലൈഫിൽ ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്ന ഏറ്റവും വലിയ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, എൻ്റെ കാര്യം എടുത്തു പറയണത് പലർക്കും പല ചിന്താഗതിയായിരിക്കാം. എൻ്റെ ചിന്താഗതി, എൻ്റെ ദീർഘവീക്ഷണം, അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വൈയായിക സമയത്ത് കൂട്ടുകൂടുന്നവർ പലരും കൊഴിഞ്ഞു പോകുന്നുണ്ടാവും. കൂട്ടവും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവുന്നില്ല. അതിൽ പക്ഷേ ചില ആളുകൾ, ചില ഫ്രണ്ട്ഷിപ്പ്,
ചില ബന്ധങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. എനിക്കത് അനുഭവമാണ്. ഈ ഒരു വർഷം കഴിഞ്ഞ ജൂൺ മാസം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10th മുതലാണ് എൻ്റെ ഈ ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ നാളെ അഹങ്കരിക്കുന്നല്ല. അത് നാളെ ആൾക്ക് എന്തെന്ന് തോന്നാം. ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറയുന്നതാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പക്ഷേ നാളെ ഒരു പക്ഷേ ഞാൻ മടുത്തു പോയിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് ഡോണ്ട് വറി എന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, അമ്മേനെ നോക്കണം. പറ്റാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അത് അമ്മമ്മയുടെ പ്രാർത്ഥനയിൽ ഓർത്തിറങ്ങാനും ചിലപ്പോൾ ഒന്നും പറ്റുമെന്നില്ല. അമ്മമ്മ ഞാനില്ലെങ്കിൽ അമ്മമ്മനില്ല. അതുകൊണ്ട് പിന്നെ ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിരിച്ചിട്ടാണ് സംസാരിക്കാറ്. അമ്മ ഞാനില്ലെങ്കിൽ അമ്മ എന്താ പറയുക, ജീവിച്ചിരിക്കില്ല, അതെനിക്കറിയാം. അപ്പം ഈ പറയുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഇതേപോലെ ഒരു വേർഡ് പറഞ്ഞു, നീ ഇല്ലെങ്കിൽ അപ്പുറത്തെ ചിതയിൽ ഞാൻ ഉണ്ടാവുന്നു. ഞാൻ പറയും ഇതൊക്കെ വെറും പുള്ളാണ്, എനിക്കറിയാം അതൊന്നും അല്ല സംഭവം എന്നുള്ളത്. അടിപൊളി ഒരു പെണ്ണൊക്കെ വന്ന് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അടിപൊളി സൂപ്പറായിട്ട് ജീവിക്കുന്നൊക്കെ ഞാൻ തമാശ പറയാറുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിഷയമാക്കുന്നില്ല. കാരണം നമ്മൾ ആളുകളുടെ മനസ്സല്ലേ. എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാത്ത ഞാൻ ശരിക്കും സംസാരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്, അതെനിക്കറിയാം. കാരണം എൻ്റെ പോസ്റ്റിംഗ് അങ്ങനെയാണ്. കോൺസുലർ പോസ്റ്റിങ്ങിലും ഫെഡറൽ ബാങ്കിൽ അഡ്വൈസർ പോസ്റ്റിങ്ങിലും ഞാൻ നിന്നിട്ടുണ്ട്. അത് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഓണാക്കാൻ പറ്റിയിട്ടോ ഒന്നുമല്ല. എനിക്കിപ്പോഴും അറിയില്ല. എഡിറ്റിംഗ് പോലും അറിയാത്ത ഞാൻ എൻ്റെ ഈ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതെൻ്റെ പവറാണ്, അതെൻ്റെ കോൺഫിഡൻസ് ആണ്, അത് ഞാൻ എന്നിൽ കാണുന്ന പോസിറ്റീവാണ്. അത് ഞാൻ ഈ ആരൊക്കെ എന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ എൻ്റെ പോസ്റ്റിൽ എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് ഉള്ളോടത്തോളം കാലമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോയി. ജസ്റ്റ് ഇവരിന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാലോ, പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകാൻ വിശന്നിട്ട് വയ്യ. വിശക്കണതിന് മുന്നേ ആൻറ്റിബയോട്ടിക് ഇടാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ കട്ട ചങ്കേടൊന്ന് വിളിക്കണം. നമ്മൾ ചെന്ന് വരുമോ? ഞാൻ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ശിവറയും കൂടി പറഞ്ഞു, കയ്യിന് ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ടാണ്. നമ്മളെ കട്ടച്ചങ്ക് അമ്പിളി ചേച്ചി പറഞ്ഞോളൂ. എവിടെ വീട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെടുത്തേ, ഉറക്കെ പറഞ്ഞോളൂ, കേൾക്കട്ടെ അല്ലേ. വഴിക്കടവാണ് ചേച്ചിയുടെ വീട്. ചേച്ചിയുടെ കുറേ എത്രയായി സർവീസ്? ചേച്ചി 1 year കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ കൂട്ടാണ്. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. അവരൊക്കെ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ഇവരൊക്കെ സംഗീതമൊക്കെ എവിടെ ലാബിലുണ്ടോ? എല്ലാവരും ഉണ്ടോ? എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പരിചയപ്പെടാൻ കുട്ടികൾക്കൊക്കെ മടിയാണെന്ന് പറഞ്ഞു. ആർക്കാ മടിയില്ലാത്ത ചൊന്ന് വന്നേ, ഞാൻ അവരെ കാണിച്ചു തരട്ടോ. ഒക്കെ തന്നെ വൈറലാവുക പേടിയാണ്. ഇത് നമ്മളെ കട്ടച്ചങ്ക് താത്ത ലാബാണ്, ലാബ് ടെക്നീഷ്യനാണ് അല്ലേ. ഞാൻ അറിയുന്നില്ല, ജസ്റ്റ് പറയാന്നുള്ളൂ. വേണ്ട, ഇത് നമ്മളെ താത്തൻ. പറഞ്ഞോളൂ, വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പേരൊക്കെ പറഞ്ഞെടുത്തേ. എനിക്കെന്താ, ഞാൻ ഇവിടെ ഫോൺ വെക്കട്ടെ, നിങ്ങളൊന്ന് സംസാരിക്കും. എന്താണ് ഇപ്പത്? ഇവർക്കൊക്കെ മടിയാണ്. ഞാൻ കണ്ടു ഒന്നും അറിയാതെ ഞാൻ ഇവിടെ വരുന്ന കട്ടച്ചങ്ക് ആണ് പറഞ്ഞപ്പോൾ ഇന്ന മൈൻഡില്ലാതെ ഒന്നും പറയണ്ട മതിന്ന്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു. താത്ത പറഞ്ഞേ എവിടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചുങ്കത്തിൽ തന്നെ വീട്. പേരൊക്കെ പറയൂ. സെലീന. അപ്പം നമ്മളെ സലീന കട്ടച്ചങ്ങ്. നെക്സ്റ്റ് പറടാ. യെസ്, വെരി ഗുഡ്. ഇങ്ങനെയാണ് പറയേണ്ട കുട്ടികളെ. പറഞ്ഞു എല്ലാവരും ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തൂ. ചുങ്കത്ര. നിങ്ങളൊക്കെ എത്ര വർഷമായിടാ അവിടെ? അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഫുള്ള് കത്തിയെന്നുള്ളൂ. ആർക്കും എവിടെ എത്ര വർഷം പേര് ഒന്നൊക്കെ അറിയില്ല. പറഞ്ഞേ, നിങ്ങളൊക്കെ എത്ര വർഷമൊക്കെ ഇവിടെ? വെറുതെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. മതി, നമ്മൾ അങ്ങനെ തന്നെയല്ലേ വരിക. നമ്മൾ ഏത് ഫാമിലി നമ്മൾ ഫസ്റ്റ് വരും, നമ്മൾ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അവിടെ നമ്മൾ പിടിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവാട്. ഓക്കെ, പറടാ പേര് പറ. നീത, റെയിൽവേ. ഓക്കെ, ഇയാളെവിടെയാ സ്ഥലം? ഞാനിങ്ങനെ എടുക്കുന്നതിൻ്റെ കുഴപ്പമുണ്ടോ പറയണട്ടോ. ഇഷ്ടമല്ലാതെ ഞാൻ ജസ്റ്റ് ഒരു കണ്ണുകൊണ്ട് കാണിച്ചാൽ ഞാൻ മാറ്റിക്കോളാം. ഞാൻ ഹസ്ബൻഡുമാർ എൻ്റെ പിന്നാലെ വരുമോ? എന്തിനാ എൻ്റെ വൈഫിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം എല്ലാവരും പോയി. അപ്പം ഞാൻ പോവും. അവള് മിസ്സായി എനിക്ക് തോന്നി ഒരാളെ സ്കൂട്ടർ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇതിൽ കുറേ പേരൊക്കെ വൈറലാകാൻ വേണ്ടി. വിശാഖനൊക്കെ ഭയങ്കര പേടി, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളെ ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞാനൊന്ന് നോക്കട്ടെ, ആള് നിൽക്കുമോന്ന് അറിയില്ല. ഐശ്വര്യ മാം അല്ല നിൽക്കുന്നേ? അല്ല, വരുമോ? ആള് വരുമോ? ആള് പോവാൻ തുടങ്ങി തോന്നുന്നുണ്ട്. ഓക്കെ, എന്നാ പോട്ടെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് സംസാരിക്കടാ. ഞാൻ വരണോ? വന്നിട്ട് കാര്യമുണ്ടോ? വരുമോ? സംസാരിക്കോ? ഇല്ല. അപ്പോൾ അവരൊന്നും വരുന്നില്ല, എല്ലാവരും കയറിപ്പോയി. എന്നെ പേടിച്ച് എല്ലാവരും പോകണം. അപ്പം ഞാൻ പോവാട്ടോ, ഞാൻ പോവാം. അപ്പോൾ വൈകിട്ട് കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവരോടും എന്താ പറയുക, പരിചയപ്പെടും. സംഗീതനെ കണ്ടില്ല ചേച്ചി, സംഗീതനെ കണ്ടില്ല കേട്ടോ. നീതുവിനെ കണ്ടില്ല, സംഗീതം കണ്ടില്ല. ഞാൻ ലാബിൽ പോയപ്പോൾ അവരൊന്നും അവിടെ അല്ല. അവരൊക്കെ മോൾ. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ടൊന്നും പോകണില്ല കേട്ടോ, ടൈം കുറേ. അപ്പം ഞാൻ ബില്ല് അടയ്ക്കട്ടെ, ഇന്നത്തെ ബില്ല് ഇവിടെ സെറ്റിൽ ചെയ്യട്ടെ. വൈകിട്ട് നമുക്ക് ലൈവ് ആയിട്ട് വീണ്ടും കണ്ട് കുറേ ടൈം എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കത്തി വെച്ച് പോയി. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പുനർജനിയിലെ എൻ്റെ ആളുകളോടൊപ്പം, എൻ്റെ ഇക്കമാരും എൻ്റെ താത്താമാരും എൻ്റെ ചേച്ചിമാരും എൻ്റെ ചേട്ടന്മാരും എൻ്റെ ഫ്രണ്ട്സ് കട്ടച്ചങ്കുകളും എല്ലാവരുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ്. അപ്പോൾ അടുത്ത വരവായിട്ട് നമുക്ക് വീണ്ടും കാണും വരെ ബൈ. നിങ്ങളുടെ സ്വന്തം പുനർജനി.